ഇപ്പോൾ ലൗകിക സുഖങ്ങളുടെ മുന്നാലെ പരക്കം പായുന്ന നമ്മൾ കാണാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അത് 4 കാര്യമെങ്കിലും എടുത്തു പറയാം. നമ്മൾ ശ്രദ്ധിച്ചാൽ, അടിയന്തരമായി ശ്രദ്ധിക്കുകയും വേണ്ട നടപടിയും കൈക്കൊള്ളുകയും ചെയ്താൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയില്ല. ആദ്യത്തെ മൂല്യങ്ങൾ അവഗണിച്ചുള്ള വിദ്യാഭ്യാസമാണ്. 2 സംസ്കാരത്തെ അവഗണിച്ചുള്ള പരിഷ്കാരമാണ്. 3 പ്രകൃതിയെ അവഗണിച്ചുള്ള വികസനം. 4 ആരോഗ്യത്തെ അവഗണിച്ചുള്ള ജീവിത രീതിയാണ്. 4 മേഖലകളും ആവശ്യമായ ശ്രദ്ധ വെച്ചാൽ രാജ്യത്തിൻ്റെ പുരോഗതി സുനിശ്ചിതമാണ്. എന്ന് മാത്രമല്ല, മറ്റു ലോകരാഷ്ട്രത്തിനു കൂടി മാതൃകയായി തീരും. പിന്നെ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നവരാണ് നമുക്ക് ചുറ്റും ധാരാളം പേരെ കാണാം. നാം ചുറ്റുമുള്ളവർ മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം മാറ്റം കൊണ്ടുവരണം. പലപ്പോഴും മറ്റൊരുവരെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകളല്ല നമ്മളെ സ്വയം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് പറയുമ്പോൾ ഓർക്കുന്നൊരു കഥ, ഒരു വീട്ടുകാരൻ്റെ വീട്ടിൽ ഫോൺ ബില്ല് വന്നു. ഇതും ചാടി ആകെ ബഹളം വെച്ചു. ഇത്രയും രൂപ എങ്ങനെ വന്നു? ഞാൻ എൻ്റെ ഓഫീസ് ഫോൺ വെച്ചാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം വിളിക്കുന്നത്. ഈ വീട്ടിൽ ഫോൺ ഞാൻ ഒരു കാര്യത്തിനും വിളിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയായിരിക്കും, അവൾക്കാണ് ധാരാളം കൂട്ടുകാരികളുള്ളത്, അവൾ തന്നെ ആയിരിക്കും ഈ ഫോൺ വിളിച്ചത്. ഭാര്യ ചാടി വീണു. നിങ്ങളെന്താ പറയുന്നത്? എൻ്റെ കൂട്ടുകാരികൾക്കാർക്കും വിളിക്കാൻ ഈ ഫോൺ കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. എൻ്റെ സംസാരമൊക്കെ ജോലിസ്ഥലത്ത് മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. മോനായിരിക്കും, മോൻ ചാടി വീണു. മോൻ പറഞ്ഞു, എനിക്ക് കമ്പനിയിൽ നിന്ന് ഫോൺ വെച്ചാണ് ഫോൺ ചെയ്യുന്നത്, വീട്ടിലെ ഫോൺ എടുത്ത് ഉപയോഗിക്കാറില്ല, എൻ്റെ എല്ലാ കാര്യവും കമ്പനി ഫോൺ വെച്ചാണ് ചെയ്യുന്നത്. ജോലിക്കാരിയായിരിക്കാം, അവരെപ്പോഴും ഫോൺ എടുത്ത് നിൽക്കുന്ന കാണാം. ജോലിക്കാരിയായിരിക്കാം, ജോലിക്കാരി കൂടി ചാടി വീണു. നിങ്ങളെല്ലാവരും എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ജോലി സ്ഥലത്തെ ഫോൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലാണ് അന്യരെ തെറ്റെന്ന് വിധി എഴുതുന്നത്. സ്വന്തം കാര്യത്തിൽ വരുമ്പോഴത് ശരിയായിരിക്കും. ഇന്നത്തെ സമൂഹത്തിൻ്റെ ശാപം മൂല്യങ്ങൾ അകന്നുപോയ വിദ്യാഭ്യാസം. പണ്ട് പറയും, സൂര്യൻ്റെ വെളിച്ചം പുറലോകത്ത് കിട്ടുന്ന പോലെ നമ്മളെ ഉള്ളിൽ ഇരുട്ടകറ്റാനുള്ളതാണ് വിദ്യാഭ്യാസം. പഴയകാലത്ത് വിദ്യാഭ്യാസ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായിരുന്നു ഗുരുകുലങ്ങൾ. വിനയത്തെ വളർത്തുന്നതെന്തോ അതാണ് വിദ്യ എന്നതായിരുന്നു പഴയ സങ്കല്പം. ഇന്നതവിടെ എത്തി നിൽക്കുന്നു. അധ്യാപകരുള്ള അനാദരവും പഠിപ്പും അടക്കം കടന്ന് മയക്കുമരുന്നിനും കുറ്റകൃത്യക്കും വളരുകയാണ്. വിത്ത് മണ്ണിനടിപ്പാപ്പ് മാത്രമേ അതിന് മുള കിളുത്ത് വളരുകയുള്ളൂ. അതുപോലെ നമ്മുടെ തല കുനിയണം, അപ്പോഴേ യഥാർത്ഥ വളർച്ച ഉണ്ടാവും. അതിന് മൂല്യങ്ങളുള്ള ആദരവും മൂല്യങ്ങളുള്ള സ്നേഹവും അറിവിനുള്ള ആദരവും നമ്മൾ വളർച്ചയെടുക്കാൻ, അറിവിനുള്ള ആദരവും അതാണ് ശരിയായ വിദ്യാഭ്യാസം. ഒരു വണ്ടി വേണമെങ്കിൽ പെട്രോളും ഡീസലും മാത്രം പോരാ, ചാർജുള്ള ബാറ്ററി കൂടി വേണം, എങ്കിലേ വണ്ടി സുഖമായി മുന്നോട്ട് പോകും. അതുപോലെ ജീവിതം സുഖമായി മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നാമതായി വേണ്ടത് മൂല്യങ്ങളാണ്. അധ്യാപകരുടെ ബുദ്ധിയിൽ നിന്ന് വിദ്യാർത്ഥിയുടെ ബുദ്ധിയിൽ വരുന്ന കുറച്ച് വിവരശീകരണം മാത്രമാകരുത് വിദ്യാഭ്യാസം, മറിച്ച് യഥാർത്ഥ മനസ്സ് സൃഷ്ടികൊണ്ടാണ് വിദ്യാഭ്യാസം പകരേണ്ടത്. നമുക്കതിന് വേണ്ടത് ആദ്യം വേണ്ടത് സ്വഭാവശുദ്ധിയാണ്. അറിവിനുള്ള പോഷണം, സമൂഹത്തോടും രാഷ്ട്രത്തോടുള്ള കൂറെ യഥാർത്ഥ ജ്ഞാനദാഹം, ഇതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് പകരേണ്ടതും നടക്കേണ്ടതും അതാണ്.